Hi friends, ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ആണ് തയ്യാറാക്കാൻ പോകുന്നത്. നമ്മൾ ഫാസ്റ്റ് ഫുഡ് കടകളിൽ കിട്ടുന്ന ചിക്കൻ ഫ്രൈ അത് തന്നെയാണ് അവർ ഫ്രൈഡ് റൈസിലും പിന്നെ ചിക്കൻ മഞ്ചൂരിയനോ അങ്ങനെ ചില്ലി ചിക്കൻ എല്ലാത്തിലും അത് തന്നെയാണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ ഞാൻ ചിക്കൻ വാങ്ങിയിട്ട് ഇതേപോലെ നന്നായിട്ട് കഴുകി ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലില്ലാത്ത പീസാണ് ഇതിനെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് ഇവിടെ ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. നമുക്ക് ആ മസാല എല്ലാം ഒന്ന് ഇതിൽ ചിക്കനിൽ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയുണ്ട് എന്ന് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഞാനിവിടെ ആ ഒരു മുട്ടയൊന്ന് ആദ്യം അതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് അതിലേക്കൊരു 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഞാൻ അതിലേക്ക് അടുത്തതായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മൈദയാണ്. ഒരു 4 ടേബിൾ സ്പൂണോളം മൈദ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ അതിനുശേഷം ഒരു 2 ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് അതിൽ എടുത്തു വെച്ചിട്ടുള്ള മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, പിന്നെ കുരുമുളക് പൊടി, പിന്നെ ഗരം മസാല പൊടിയുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചിക്കൻ മസാലയാണെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മളിതിൽ കളറൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി നമ്മളിതിലേക്ക് ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ആ മസാല എല്ലായിടത്തും ആവുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതാ മിക്സ് ചെയ്ത് എല്ലാം വെച്ചിട്ടുണ്ട്. നമുക്ക് കുറേ നേരം അതൊരു വെക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ തന്നെ എടുത്തിട്ട് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിതിൽ കുറച്ച് ഓയിൽ കൂടി ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ കൈ പരസ്പരം ഒട്ടാതെ നമുക്ക് ആ ചിക്കനൊക്കെ വേറെ വേറെ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിൽ ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പാനൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എണ്ണയും നന്നായിട്ട് തിളച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഇതേപോലെ കൈകൊണ്ട് തന്നെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് വേറെ വേറെ നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കൈകൊണ്ട് തന്നെ ഓരോരോ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് 2 സൈഡും തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ വീട്ടിലെ കുട്ടികൾക്കൊക്കെ ഹോട്ടലിൽ നിന്നുള്ള ഫുഡൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്ത് നമുക്ക് വീട്ടിൽ തന്നെ ഇതേപോലെ ചെയ്തു കൊടുക്കാം. അപ്പോൾ ഇത് വെച്ച് തന്നെ നമുക്ക് ഒരു ഫ്രൈഡ് റൈസ് ഒക്കെ തയ്യാറാക്കി എടുക്കാം. ഈസിയാണ്. അപ്പോൾ ഇനി എൻ്റെ നെക്സ്റ്റ് വീഡിയോ വരുന്നത് ഇത് വെച്ച് നമ്മൾ ചിക്കൻ ഫ്രൈഡ് റൈസ് തയ്യാറാക്കുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ഒന്ന് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് കോരിയെടുക്കാം. കണ്ടല്ലോ, എല്ലാം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോയിൽ ട്രൈ ചെയ്ത് നോക്കുക. ഫസ്റ്റ് ടൈം കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇതേപോലെ നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും എൻ്റെ താങ്ക്സ്. ബൈ.